മഹാരാജാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ +1 എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. +1 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കുട്ടികൾക്ക് എക്കണോമിക്സ് എന്ന പേപ്പറിൽ പകുതി മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ 50 മാർക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിന് നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചു. 1 ഇൻട്രഡക്ഷൻ, 2 കളക്ഷൻ ഓഫ് ഡേറ്റ. ഇനി മൂന്നാമത്തത് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ, ഡേറ്റകളുടെ വർഗീകരണം. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ചാപ്റ്റർ 3. ഇപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ മീൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. അതിനു മുമ്പ് എന്താണ് ഡേറ്റ? എ സെറ്റ് ഓഫ് നമ്പർ സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് ഫോർ കൺവേയിങ് ഓൺ എ സബ്ജക്റ്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഈസ് ഡേറ്റ. അപ്പോൾ ഒരു കൂട്ടം നമ്പറുകളെ അടുക്കും ചിട്ടയോടുകൂടി ക്രമീകരിച്ചാൽ അതിനെ പറയുന്ന പേരാണ് ഡേറ്റ. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഡേറ്റകളുടെ ശേഖരണമായിരുന്നു. ഡേറ്റകളെ ശേഖരിക്കുക. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഡേറ്റകളെ എങ്ങനെയെല്ലാം ശേഖരിക്കാം, എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം. അതിൽ നമ്മൾ പ്രൈമറി ഡേറ്റ പറഞ്ഞു, സെക്കൻഡറി ഡേറ്റ പറഞ്ഞു. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഡേറ്റ, സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോൾ പബ്ലിഷ്ഡ് ഡേറ്റ. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഡേറ്റയിൽ നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂ പറഞ്ഞു, വ്യക്തിഗത അഭിമുഖം പറഞ്ഞു, ടെലഫോൺ ഇൻ്റർവ്യൂ പറഞ്ഞു. മൂന്നാമത്തത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, തപാൽ വഴി ചോദ്യാവലികൾ അയച്ചും പ്രാഥമിക ഡേറ്റകൾ ശേഖരിക്കാം. വ്യക്തിഗത അഭിമുഖം, ടെലഫോൺ അഭിമുഖം, തപാൽ വഴി ചോദ്യാവലികൾ അയക്കൽ, ഫീൽഡ് വിസിറ്റ്, ചെക്ക് ലിസ്റ്റ്. ഈ 4-5 എണ്ണത്തെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഡേറ്റ, ഒരാൾ നേരിട്ട് പോയി ശേഖരിക്കുന്ന ഡേറ്റയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്കൻഡറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ മീൻസ് പബ്ലിഷ്ഡ് ഡേറ്റ, പ്രസിദ്ധീകരിച്ച ഡേറ്റകളെയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. പ്രസിദ്ധീകരിച്ച ഡേറ്റകളാകുമ്പോൾ ന്യൂസ് പേപ്പർ, മാഗസിൻ, റിസർച്ച് റിപ്പോർട്ട്, ജേണലുകൾ, ഇവയെല്ലാം കൂടെ കളക്ട് ചെയ്താണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഡേറ്റകൾ ശേഖരിക്കാനുള്ള വിവിധ മാർഗങ്ങൾ പറഞ്ഞു. അതിന് സർവേ നടത്തണം. ഇപ്പോൾ പ്രൈമറി ഡേറ്റ ശേഖരിക്കണമെങ്കിൽ ഒരു പൈലറ്റ് സർവേ വേണമെന്ന് പറഞ്ഞു. എന്താണ് പൈലറ്റ് സർവേ എന്ന് നമ്മൾ പഠിച്ചു. വൺസ് ദ ക്വസ്റ്റ്യനെയർ ഈസ് റെഡി, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു കണ്ടക്ട് എ സർവേ വിത്ത് എ സ്മാൾ ഗ്രൂപ്പ്. സർവേ നടത്തുന്ന ആൾ കുറച്ച് ആളുകളെ വെച്ച് അയാൾ ഉണ്ടാക്കിയ ചോദ്യാവലികളിൽ തെറ്റുകളോ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ സർവേ, ഒരു സാമ്പിൾ സർവേ എന്ന് പറയുമ്പോൾ അതൊരു സർവേ മോഡൽ നടത്തി നോക്കുകയാണ്. അതിനാണ് നമ്മൾ പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചിട്ട് നമ്മൾ സെൻസസ് സർവേ പറഞ്ഞു, സാമ്പിൾ സർവേ പറഞ്ഞു, NSSO, CSO, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പേഴ്സണലിന് പഠിച്ചപ്പോഴത്തേക്ക് ആ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടെ ഡേറ്റകളെല്ലാം ഒരു എന്യൂമറേറ്റർ പോയി കളക്ട് ചെയ്യുകയാണ് ശേഖരിക്കുകയാണ് ചെയ്തു. എങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ആ ശേഖരിച്ച ഡേറ്റകളെ, കളക്ട് ചെയ്ത ഡേറ്റകളെ ഇനി ഓർഗനൈസ് ചെയ്യണം, വർഗീകരിക്കണം, അഥവാ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ വർഗീകരിക്കുക, തരംതിരിക്കുക. ഇപ്പോൾ ശേഖരിച്ച ഡേറ്റകളെ എങ്ങനെ വർഗീകരിക്കും? ഇപ്പം നമ്മുടെ സെൻസസ് റിപ്പോർട്ടിനായിട്ട് അല്ലെങ്കിൽ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ ഭാഗമായി നമ്മുടെ എന്യൂമറേറ്റർ കുറേ ഡേറ്റകൾ വീടാന്തരം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കളക്ട് ചെയ്ത ഡേറ്റകൾ എന്ത് ചെയ്യണം? നമുക്ക് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അതിന് വിവിധ മാർഗങ്ങളുണ്ട്. ഓർഗനൈസ് ചെയ്യാൻ ഡേറ്റകൾ നമുക്ക് 4 രീതിയിൽ ഓർഗനൈസ് ചെയ്യാം, വർഗീകരിക്കാം. ഒന്നെന്ന് പറയുന്നത് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ,
ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഒന്നാമത്തത് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ തരംതിരിക്കുക, വർഗീകരിക്കുക. ഇപ്പൊ നമ്മുടെ എന്യൂമറേറ്റർ സെൻസസ് സർവേ അനുസരിച്ച് ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ, ഡേറ്റകളെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി അത് ഓർഗനൈസ് ചെയ്യണം. അതെങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഒന്ന് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ആകാം, രണ്ട് ടെമ്പറൽ ആകാം, ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ആകാം, മൂന്നാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആകാം, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആകാം, നാലാമത്തത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആകാം. അങ്ങനെ 4 തരത്തിൽ നമുക്ക് ഡേറ്റകളെ ഓർഗനൈസ് ചെയ്യാം. ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. സ്പേഷ്യൽ മീൻസ് സ്പേസ്, അതായത് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഗ്രാമങ്ങൾ, സിറ്റി, സ്റ്റേറ്റ്, രാജ്യങ്ങൾ, ഇങ്ങനെ നമ്മൾ ഡേറ്റകളെ തരംതിരിച്ചാൽ അതിന് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. രണ്ടാമത്തത് ടെമ്പറൽ. ടെമ്പറൽ മീൻസ് ക്രോണോളജിക്കൽ. ക്രോണോളജിക്കൽ മീൻസ് ടൈം, ഒരു ടൈം പറയണം. ഇപ്പം 1981 നമ്മുടെ ജനസംഖ്യ ഇത്രയായിരുന്നു, അത് 91 ഇത്രയായി, അല്ലെങ്കിൽ 2001, 2011, 2021, ഇങ്ങനെ ഒരേ കാലങ്ങളിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ടൈം പറഞ്ഞാൽ അതിനെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത്, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ആൾസോ കാൾഡ് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ. ടൈം സീരീസിൽ പറയും, സംഭവങ്ങൾ നടന്ന ആ കണക്കനുസരിച്ച് പറയും. 2015 കാലയളവിൽ ആന്ധ്രാപ്രദേശിൽ ഉൽപ്പാദിപ്പിച്ച ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും അളവ് പറയുന്നു. അത് ഈ കാലാകാലങ്ങളിൽ ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ അളവ് നമ്മൾ ഓർഗനൈസ് ചെയ്താൽ, നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ, നമ്മളതിന് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. മൂന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോഴേ നമ്മൾ ഡേറ്റകൾ ശേഖരിക്കുന്ന ആളിനെ എന്യൂമറേറ്റർ എന്ന് പറയും, അയാൾ അല്ലെങ്കിൽ നമ്മൾ സർവേയർ എന്ന് പറയും. അയാൾ ശേഖരിക്കുന്ന ഡേറ്റകളെ പ്രാഥമിക ഡേറ്റകളോ ദ്വിതീയ ഡേറ്റകളോ ആകാം, അതിൽ സെൻസസ് സർവേ ആകാം, സാമ്പിൾ സർവേ ആകാം. അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത നടപടി എന്ന് പറയുന്നത് അതിനെ ക്ലാസിഫൈ ചെയ്യുക. നമ്മൾ ശേഖരിച്ച കളക്ട് ചെയ്ത ഡേറ്റകളെ നമുക്കിനി എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം, അഥവാ ഓർഗനൈസ് ചെയ്യണം, വർഗീകരിക്കണം, തരംതിരിക്കണം. ഇപ്പോൾ ഡേറ്റകൾ എന്നാൽ എന്തെന്ന് പറഞ്ഞു അല്ലേ? ഡേറ്റ എന്നാൽ ഒരു കൂട്ടം നമ്പറുകളാണ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ശേഖരിച്ചിരിക്കുന്ന ഒരു കൂട്ടം നമ്പറുകളെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ എന്നാൽ എ സെറ്റ് ഓഫ് നമ്പർ, ഒരു കൂട്ടം നമ്പറുകൾ. ഇപ്പം ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുമ്പം ഒരു കൂട്ടം നമ്പറുകളെ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക. ഇനി എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്ത പറഞ്ഞത്. 4 തരത്തിൽ ഡേറ്റകളെ തരംതിരിക്കാം. ഡാറ്റ മീൻസ് നമ്പറുകൾ. നമ്പറുകൾ എന്ന് പറയുമ്പം ദത്തങ്ങളെന്ന് മലയാളത്തിൽ പറയും. ദത്തങ്ങളെ നമുക്ക് 4 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, 2 ടെമ്പറൽ ഓർ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 3 ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, അതുകൂടാതെ 4മത്തത് ക്വാളിറ്റേറ്റീവ്. അപ്പം ഒന്ന് സ്ഥല വിവരശേഖരണം, 2മത്തതെന്ന് പറയുന്നത് കാലങ്ങളെ അല്ലെങ്കിൽ ക്രോണോളജി അനുസരിച്ച് തരംതിരിക്കുക, 3മത്തതെന്ന് പറയുന്ന ക്വാണ്ടിറ്റി, 4 ക്വാളിറ്റി. നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഈ അവസാനത്തെ 2 എണ്ണമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനും ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനും വർഗീകരിക്കുക. അത് കുറേ ഡേറ്റകൾ നമുക്ക് തന്നിട്ട് തരംതിരിക്കാൻ പറയും. അപ്പം നമുക്കതൊന്ന് പഠിക്കാം.
ഇപ്പം സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ സ്ഥലമാണ്, ടെമ്പറൽ എന്ന് പറയുമ്പോൾ ടൈം അനുസരിച്ച് ഡേറ്റകൾ, നമ്മൾ ശേഖരിച്ച ഡേറ്റകൾ ടൈം അനുസരിച്ച് തരംതിരിച്ചാൽ അത് ടെമ്പറൽ. സ്പേസ് അനുസരിച്ച്, സ്ഥലം അനുസരിച്ച്, അതായത് ജോഗ്രഫിക്കൽ പൊസിഷൻ അനുസരിച്ച് നമ്മൾ തരംതിരിച്ചാൽ അതിന് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പം അടുത്ത് നമുക്കുള്ളതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആണ്. ഗുണപരവും അളവുപരവും. അപ്പം ക്വാണ്ടിറ്റി മീൻസ് അളവാണ്. അപ്പോൾ കുറേ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്ന കുറേ ഡേറ്റകളെ നമുക്ക് അളക്കാം, കുറേ ഡേറ്റകൾ അളക്കാൻ കഴിയില്ല. ഈ അളക്കാൻ കഴിയാത്തതിന് നമ്മൾ ക്വാളിറ്റി എന്ന് പറയും. അളക്കാൻ കഴിയുന്നതെല്ലാം ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി നമ്മൾ വേരിയബിൾ എന്നും പറയും. ഇപ്പം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്ത്? വേരിയബിൾ എന്ന് പറയുമ്പോൾ അളക്കാൻ പറ്റുന്നതാണ്. ഹൈറ്റ് ഒരു വേരിയബിളാണ്. ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം, മാർക്ക്, സ്കോറ്, ഏജ്, ഇതെല്ലാം നമുക്ക് അളക്കാൻ പറ്റും. പ്രൈസസ്, ഇതിനെല്ലാം അളക്കാൻ പറ്റുന്നത് കൊണ്ട് അതിനെല്ലാം നമ്മൾ വേരിയബിൾ എന്ന് പറയും. വേരിയബിൾ എല്ലാം ക്വാണ്ടിറ്റേറ്റീവ്സ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അപ്പം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് മെഷറബിൾ. വി ക്യാൻ ബി മെഷേർഡ്, നമുക്ക് മെഷർ ചെയ്യാം. ഇപ്പം ഹൈറ്റ്, നമ്മുടെയൊക്കെ ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, നമുക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ സ്കോറ്, ഇതൊക്കെ അളക്കാൻ പറ്റും. അപ്പം അളക്കാൻ പറ്റുന്നതിനെ മുഴുവനും നമ്മൾ എന്ത് പറയും? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആ വെയ്റ്റിനെയും ഹൈറ്റിനെയും നമ്മൾ വേരിയബിൾ എന്നും പറയും. ഇനി അളക്കാൻ പറ്റാത്തതുണ്ട്. കുറേ അളക്കാൻ പറ്റുന്നുവെങ്കിൽ കുറച്ച് അളക്കാൻ പറ്റാതെ നമുക്കുണ്ട്. അളക്കാൻ പറ്റാത്തതെല്ലാം ഒന്ന് ബ്യൂട്ടി, ട്രൂത്ത്, അതേപോലെ പേഴ്സണാലിറ്റി, നാഷണാലിറ്റി, മാർട്ടിയൽ സ്റ്റാറ്റസ്, വിവാഹ ബന്ധങ്ങൾ, പേഴ്സണാലിറ്റി വ്യക്തിത്വം, ട്രൂത്ത് സത്യസന്ധത, പ്യൂരിറ്റി പൗത്രത, ഈ കുറേ കാര്യങ്ങൾ നമുക്ക് അളക്കാൻ പറ്റില്ല. ഈ അളക്കാൻ പറ്റാത്ത എല്ലാത്തിനെയും കൂടെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും എടുക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടേമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ക്വാളിറ്റി പഠിക്കുന്നത്. ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗുണമാണ്. ഇപ്പോൾ ഒരാളുടെ സത്യസന്ധത, അയാളുടെ സൗന്ദര്യം, അല്ലെങ്കിൽ അയാളുടെ ദേശീയത, നാഷണാലിറ്റി, പേഴ്സണാലിറ്റി വ്യക്തിത്വം, അതേപോലെ ടേസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഇതൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു പെർസെൻറ്റേജിൽ വെച്ച് ഇതിനെ അളന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പയ്യൻ ഒരു പെണ്ണ് കാണാൻ പോകുന്നു. പയ്യൻ്റെ അടുത്ത് പെണ്ണൊക്കെ കണ്ടിട്ട് വന്ന് അമ്മ ചോദിക്കും, പയ്യൻ്റെ അമ്മ ചോദിക്കും, പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു 90% കൊള്ളാമെന്ന് പറയും. അപ്പം അമ്മയ്ക്ക് മനസ്സിലാവും മകന് ആ പെണ്ണിന് ഇഷ്ടമായി എന്ന് മനസ്സിലാക്കാം. അതല്ല 50% എന്ന് പറയുമ്പോഴത്തേക്ക് അവനത്ര പോരാ, തൃപ്തി ആയില്ല എന്നുള്ളതിനായിരിക്കും ആ കാണിക്കുന്നത്. അവിടെ നമ്മൾ ബ്യൂട്ടി കൺസെപ്റ്റാണ്. അപ്പം ബ്യൂട്ടി ഒരിക്കലും സൗന്ദര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതനുസരിച്ച് ഒരു പ്രത്യേക അനുപാതം വെച്ച് അതിനെ പറയാറുണ്ട്. ആ പോണ കൊച്ചു കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ കുഴപ്പമില്ല എന്ന് പറയും. അതിലൊരു ഡേറ്റ പറഞ്ഞാൽ, ഒരു നമ്പർ പറയുമ്പം അത് അളക്കാൻ പറ്റുന്ന രൂപത്തിലാവും. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എടുക്കുന്നത്. ഇപ്പോൾ അതേപോലെയാണ് പേഴ്സണാലിറ്റി, ഒരാളിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ ദേശീയത, ഇതൊന്നും നമുക്ക് അളന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ട്രൂത്ത് സത്യസന്ധത അളക്കത്തില്ല. ഒരാളിൻ്റെ അടുത്ത് നമുക്കൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ അതിനു മുമ്പേ നല്ല രീതിയിലാണ് നമ്മളത് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ പറയുന്ന ആളിൻ്റെ കാര്യം മറ്റേ ആൾ മൂന്നാമതൊരാളെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ആൾ സത്യസന്ധനാണോ എന്ന് നമ്മൾ പരിശോധിക്കും. ഇപ്പോൾ ആരുടെങ്കിലും ചോദിക്കും, നമ്മളിങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്, പറഞ്ഞാൽ അത് ദോഷം വരുമോ, അത് വലിയ കുഴപ്പമൊന്നും വരുമോ, അവൻ എങ്ങനെയാണ് സത്യസന്ധനാണോ എന്ന് ചോദിച്ചാൽ പറയും അത് 50% വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു, സത്യസന്ധത എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ മെഷർ ചെയ്തു. ഇപ്പോൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആയിട്ട് നമുക്ക് ഡേറ്റകളെ ക്ലാസിഫൈ ചെയ്യാമെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എടുക്കാറുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി,
അളവുപരവും ഗുണപരവും. അളക്കാൻ പറ്റുന്നതെല്ലാം അളവുപരം, ഇനി അളക്കാൻ പറ്റാത്തതെല്ലാം ഗുണപരം. അതിന് നമ്മൾ ആട്രിബ്യൂട്ട് എന്നും പറയും. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ നമ്മൾ ആട്രിബ്യൂട്ടുകളെന്നും പറയും. ആട്രിബ്യൂട്ട്സ്. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ വേരിയബിൾ എന്നും പറയും. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്ന ഒരു ഐറ്റം എപ്പോഴും അളക്കാൻ പറ്റുന്നതായിരിക്കും. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ ആ ഐറ്റംസിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ആട്രിബ്യൂട്ട്സുകളെ നമുക്ക് അളക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു മാനദണ്ഡം വെച്ചതിനെ അളവുകോലാക്കി എടുക്കാനും കഴിയും. ഇതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? എന്താണ് ഡേറ്റ എന്നറിയാം. അടുത്ത ഡേറ്റകളെ നമുക്ക് ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യണം. 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, അതാണ് സ്പേഷ്യൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടൈം പറയും. ഒരു ടൈം പീരീഡിൽ നടന്ന സംഭവങ്ങൾ ഇങ്ങനെ ക്രോണോളജിക്കൽ ഓർഡർ. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ഹിസ്റ്ററിയിൽ ക്രോണോളജിക്കൽ ഓർഡർ പിരമിഡൊക്കെ വരയ്ക്കാൻ പഠിച്ചു കാണും. അതുപോലെ ക്രോണോളജിക്കൽ ഓർഡർ പറയുമ്പോൾ ടൈം ആയിരിക്കും പറയുക, സ്പേഷ്യൽ പറയുമ്പോൾ ജിയോഗ്രഫി ആയിരിക്കും പറയുക. ഇനി അടുത്ത ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാണ്ടിറ്റിയിൽ നമ്മൾ അളക്കാവുന്നത് പറയും, ക്വാളിറ്റി നമ്മൾ അളക്കാൻ പറ്റാത്തത് പറയും. അപ്പോൾ അളക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഹൈറ്റും വെയ്റ്റും മാർക്കും സ്കോറും ഒക്കെ നമുക്ക് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താം. അപ്പോൾ അളന്ന് തിട്ടപ്പെടുത്താവുന്നതിനെ ക്വാണ്ടിറ്റിയിൽ പെടുത്തുമ്പം അളക്കാൻ പറ്റാത്ത ട്രൂത്ത്, ഓണസ്റ്റി, പേഴ്സണാലിറ്റി, കളർ ഓഫ് ഹെയർ, മാർട്ടിയൽ സ്റ്റാറ്റസ്, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനെ ഒന്നും നമുക്ക് അളക്കാനൊരു അളവുകോലില്ല, ഒരു മാനദണ്ഡമില്ല. അതുകൊണ്ട് നമ്മളതിനെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയും. ക്വാളിറ്റേറ്റീവിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നും പറയും. അപ്പോൾ ക്വാണ്ടിറ്റിയെ വേരിയബിൾ എന്ന് പറയും, ക്വാളിറ്റിയെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സുകളെ മെഷർ ചെയ്യുമ്പം ഈ ആട്രിബ്യൂട്ട്സ് എന്താവാൻ തുടങ്ങും? വേരിയബിൾ ആകാനും തുടങ്ങും. ചില നേരത്തൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനും കഴിയും. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അരേ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയിൽ അരേ മീൻസ് ശ്രേണി. നമുക്ക് കുറേ നമ്പറുകൾ തരും. നമ്പറുകൾ നമ്മൾ ഓർഡറിൽ എഴുതിയാൽ അതാണ് അരേ എന്ന് പറയുമ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആർ ഓഫ് 3 ടൈപ്സ്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്. 2 ഡിസ്ക്രീറ്റ് സീരീസ്. 3 കണ്ടിന്യൂസ് സീരീസ്. ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് 3 വിധം. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് 3 തരത്തിലാകാം. അത് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ഡേറ്റകൾ ഇടുന്നതിനെയാണ് അരേ എന്ന് പറയുന്നത്. ശ്രേണിയിൽ എഴുതുക, ഓർഡറിൽ എഴുതുക. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ അത് ഫ്രീക്വൻസി അരേ ആവും. ഫ്രീക്വൻസി അരേ, അരേ വിത്ത് ഫ്രീക്വൻസി. അരയുടെ കൂടെ ഒരു ഫ്രീക്വൻസി വരും, ഒരു ആവൃത്തിയും കൂടെ വരും. ഇനി കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളായി. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ഇതിൻ്റെ 3 ഘടകങ്ങൾ. അപ്പോൾ അരേ ഇൻഡിവിജ്വൽ സീരീസ്, ഫ്രീക്വൻസി അരേ ഡിസ്ക്രീറ്റ് സീരീസ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു 4 മാർക്കിനാണ് ചോദിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അതിലൊന്നെങ്കിൽ അരേ ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി അരേ ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലും വരും. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് 4 മാർക്കേ കിട്ടുള്ളൂ പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു 5 മാർക്ക്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഡേറ്റകളെ ഓർഗനൈസ് ചെയ്യുക അഥവാ ഡേറ്റകളെ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്തു,
ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനെ ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്ക് സീരീസുകളാക്കി മാറ്റണം, ശ്രേണികളാക്കി മാറ്റണം. അതിന് ഇൻഡിവിജ്വൽ സീരീസ്, വ്യക്തിഗത രേഖകൾ. അടുത്ത ഡിസ്ക്രീറ്റ് സീരീസ്, സന്തത ശ്രേണി എന്നൊക്കെ പറയും. അടുത്ത കണ്ടിന്യൂസ് സീരീസ്, കണ്ടിന്യൂറ്റി വരും. അപ്പം ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ അരെ. ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ അരെ. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പ്രിപ്പയർ ആൻ അരെ, ഒരു അരെ കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. അരെ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് കുറേ നമ്പറുകൾ തരും. നമ്പറുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, അല്ലെങ്കിൽ മാർക്കോ ഹൈറ്റോ ഏജോ ഒക്കെ ആവാം. ഈ മാർക്ക്, ഹൈറ്റ്, വെയിറ്റ് എന്നൊക്കെ പറയുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ക്വാണ്ടിറ്റീസ് നമ്മൾ വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അവിടെ നമുക്ക് കുറേ നമ്പറുകൾ തരികയാണ് അവർ. 30, 45, 16, 20, 9, 4, 12 ഇത്രയും നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ട് പറയണത് കൺസ്ട്രക്ട് ചെയ്യാൻ അരേ, ഒരു അരേ നിർമ്മിക്കുക. അരേ നിർമ്മിക്കാൻ പറയുമ്പോൾ ഇതിപ്പോൾ ഓർഡറിലല്ല. ഇപ്പോൾ ഡേറ്റയും ഉണ്ട്, റോ ഡേറ്റയും ഉണ്ട്. റോ ഡേറ്റ എന്ന് പറയുമ്പം ഓർഗനൈസ് ചെയ്യാത്ത ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയാണ് റോ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഈ റോ ഡേറ്റ ഇതെന്ന് പറയുന്ന ഒരു റോ ഡേറ്റയാണ്. ഇതിപ്പോൾ ഓർഗനൈസ് ചെയ്തൊന്നും വെച്ചിട്ടില്ല, സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇനി നമ്മളതിനെ ഓർഡറിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഏതെഴുതും നമ്മൾ? 4 എഴുതി, 9 എഴുതി, 12 എഴുതി, 17, 20, 30, 44 ഇങ്ങനെ ഓർഡറിൽ എഴുതി. ഈ ഓർഡറിൽ എഴുതിയപ്പോൾ ഇത് റോ ഡേറ്റയും ഇത് ഡേറ്റയുമാണ്. ആദ്യം കാണുന്നത് റോ ഡേറ്റയാണ്. റോ ഡേറ്റ എന്ന് പറയുമ്പോൾ അൺക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയാണ് റോ ഡേറ്റ. ഇനി അതിനെ ഓർഡറിൽ എഴുതുമ്പോഴത്തേക്ക് എന്തായി? ഡേറ്റയായി. ആ ഡേറ്റയിൽ നമ്മൾ ശ്രേണിയിൽ എഴുതുന്നതിനാണ് അരേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം, 10 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് ചുവടെ ചേർക്കുന്നു. അതിനെ ഉപയോഗിച്ച് ഒരു അരേ കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അരേ ശ്രേണി നിർമ്മിക്കുക എന്ന് പറയും. അരേ മീൻസ് ശ്രേണി. ശ്രേണി എന്ന് പറയുമ്പോൾ ഓർഡറിൽ എഴുതണം. ഇപ്പോൾ 10 കുട്ടികളുടെ മാർക്ക് നമ്മൾ എഴുതുകയാണ്. മാർക്ക് 70, 96, 80, 15, 24, 36, 10, 8, 7, 2, 4, 6, 8, 9. ഇപ്പോൾ 10 കുട്ടികളുടെ മാർക്കാണ്. 10 കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനോ എക്കണോമിക്സിനോ ഏതെങ്കിലും കിട്ടിയ മാർക്ക് പറയുന്നു. ഇപ്പോൾ ഈ മാർക്കെന്ന് പറയുന്നത് റോ ഡേറ്റയാണ്. ഇത് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയാണ്. നമുക്കിനി എന്ത് ചെയ്യണം? ഇതിനെ ക്ലാസിഫൈ ചെയ്യണം, അഥവാ നമുക്കിതിനെ ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് 10 കുട്ടികളാണ്, ഓരോരുത്തർക്കും കിട്ടിയ മാർക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ഫ്രീക്വൻസി നിർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഫ്രീക്വൻസി ഇല്ലാത്ത സീരീസിന് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും, വ്യക്തിഗത ശ്രേണി. അപ്പോൾ ഇതിന് ഇൻഡിവിജ്വൽ സീരീസിലാക്കുക എന്ന് പറയുമ്പോൾ അരേ നിർമ്മിക്കുക, കൺസ്ട്രക്ട് ആൻഡ് അരേ. അപ്പം നമ്മൾ ടോപ്പിൽ അരേ എന്ന് കൊടുക്കും, ARRAY അരേ. ഇനി ഈ റോ ഡേറ്റയെ നമുക്ക് ഡേറ്റയാക്കണം. ഈ റോ ഡേറ്റയെ നമുക്ക് ഡേറ്റയാക്കണം. ഈ റോ ഡേറ്റയെ ഡേറ്റ ആക്കണമെങ്കിൽ നമുക്കതിന് ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഏറ്റവും ചെറുത് ആദ്യം എഴുതും അല്ലേ? 7, 8, 10, 15, 24, അടുത്തത് 36, 70, 96, 100. 10 കുട്ടികൾക്ക് കിട്ടിയ ഡേറ്റകളാണ്. അപ്പോൾ അരേ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അരേ കൺസ്ട്രക്ട് ചെയ്യാൻ തരുന്ന ഡേറ്റകൾ റോ ഡേറ്റയാണ്.
റോ ഡേറ്റ എന്ന് പറഞ്ഞാൽ അൺക്ലാസിഫൈഡ് ഡേറ്റ, അൺക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓർഡറിലല്ലാത്ത ഡേറ്റ. നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യണം, നമ്മളതിനെ ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ അരേ നിർമ്മിക്കാൻ പഠിച്ചു. ഇനി അടുത്ത നമുക്കുള്ളത് ഫ്രീക്വൻസി അരയാണ്. ഫ്രീക്വൻസി അരേ എന്ന് പറയുമ്പം അതിലൊരു ഫ്രീക്വൻസിയും കൂടെ വരും. അപ്പോൾ 10-25 കുട്ടികളുടെ മാർക്ക് തരും. നമ്മൾ അതുപയോഗിച്ചൊരു ഫ്രീക്വൻസി അരേ നിർമ്മിക്കാൻ പറയും. അപ്പം നമുക്ക് ഒരുപാട് നമ്പരൊന്നും ഇവിടെ എഴുതാൻ പറ്റില്ല, ഞാനൊരു 15 നമ്പർ എഴുതും. അപ്പം അടുത്ത നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ എ ഫ്രീക്വൻസി അരേ. അപ്പം അരേ നിർമ്മിക്കാൻ നമുക്കറിയാം, കിട്ടുന്ന നമ്പറുകളെ നമ്മൾ ഓർഡറിൽ എഴുതിയാൽ അരയായി. ഇനി അതിനെ ഒരു ഫ്രീക്വൻസിയും കൂടെ പറഞ്ഞാൽ, ഒരു നമ്പർ പറഞ്ഞാൽ, ഒരു ആവൃത്തിയാക്കിയാൽ അതിനെ നമ്മൾ ഫ്രീക്വൻസി അരേ എന്ന് പറയും. അപ്പോൾ ഫ്രീക്വൻസി അരേ അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിൽ സീരീസ് വിത്ത് അരേ വരും. ഒരു അരേ വരിക എന്ന് പറയുമ്പോൾ ഒരു ഫ്രീക്വൻസി കൂടെ വരും. അരേ അല്ല, സോറി, ഒരു ഫ്രീക്വൻസി പറയും, ഒരു നമ്പർ പറയും, ഇത്ര കുട്ടികൾക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്ന് പറയും. അപ്പം ഞാനൊരു 10-15 കുട്ടികളുടെ മാർക്ക് എഴുതുകയാണ്. 30, 25, 18, 24, 30, 18, 25, 30, 24, 30, 18, 24, 25, 18, 30, 24, 18, 30, 15, 24, 18, 30. ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് നിർമ്മിക്കേണ്ടത്? ഒരു ഫ്രീക്വൻസി അരേ നിർമ്മിക്കേണ്ടത്. ഫ്രീക്വൻസി അരേ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഹെഡിങ് കൊടുക്കും, ഫ്രീക്വൻസി അരേ ടേബിൾ. എന്നിട്ട് ആദ്യത്തെ കോളത്തിൽ നമ്മൾ അതിൻ്റെ ഐറ്റം എഴുതും. ഐറ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ മാർക്കാണ്. അപ്പം നമുക്ക് മാർക്കെന്ന് കൊടുക്കാം, മാർക്ക്. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഫ്രീക്വൻസി എഴുതും. ഫ്രീക്വൻസി എഴുതുമ്പോൾ നമുക്ക് ടാലി മാർക്ക് വേണമെന്നില്ല, ടാലി മാർക്ക് കൊടുത്ത് നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡറിൽ എഴുതും. ഫ്രീക്വൻസി അരയാണ്. അപ്പം അരേ വെച്ച് നമുക്ക് ഫ്രീക്വൻസി കാണാൻ പറ്റൂ. അപ്പം ആദ്യം നമ്മൾ അരേ കാണും. അരേ കാണുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ തന്നിരിക്കുന്ന നമ്പറുകളെ നമുക്ക് ഓർഡറിൽ എഴുതണം. അപ്പോൾ ആദ്യത്തെ നമ്പർ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം 18, രണ്ടാമത്തത് 24, 18 പോയിട്ട് അതിന് മുമ്പേ ഒരു 15 ഉണ്ട്. 15, 18, 24, 30. ഇത്രയും നമ്പറുകളാണുള്ളത്. 25 ഉണ്ട്, 15 ഉണ്ട്, 18 ഉണ്ട്, 24 ഉണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്. ഇനി അടുത്ത ഈ 15 മാർക്ക് കിട്ടി എത്ര കുട്ടികളെന്ന് നമ്മൾ എണ്ണി നോക്കും. 15 മാർക്ക് കിട്ടി എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടിക്ക് 15 മാർക്കുള്ളൂ. ഇപ്പൊ 15ൻ്റെ നേരെ നമ്മൾ 1 എഴുതും. ഒരു കുട്ടിക്ക് 15 മാർക്കുള്ളൂ. ഇനി രണ്ടാമത്തെ 18 ആണ്. അപ്പൊ 18 മാർക്ക് എത്ര കുട്ടിക്ക് കിട്ടിയെന്ന് നോക്കണം. അപ്പൊ ഇത് എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യാത്ത ഡേറ്റയാണ്. ക്ലാസിഫൈ ചെയ്യാത്ത ഡേറ്റ നമ്മൾ റോ ഡേറ്റ എന്നാ പറയുക. അങ്ങനെയാണെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യണം, ഓർഗനൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് നമ്മളൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. അതിൻ്റെ പേരാണ് ഫ്രീക്വൻസി അരേ. നമുക്ക് നമ്പർ ആവർത്തിച്ച് വരുന്നത് കൊണ്ട് അതൊരു ഫ്രീക്വൻസിയിലേക്ക് എത്തും. ഇപ്പം അരേ കാണാൻ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഇട്ട് കഴിഞ്ഞാൽ അരയായി. പക്ഷെ ആവർത്തിച്ച് വന്ന കുട്ടികളുടെ എണ്ണം ഉള്ളത് കൊണ്ട് നമുക്കൊരു ഫ്രീക്വൻസിയും കൂടെ കാണാം. അപ്പം 18 ആയി. 18 എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5, 6 പേർക്ക് 18 മാർക്ക് കിട്ടി. അപ്പം നമ്മൾ അവിടെ 6 എഴുതും. 6 പേർക്കാണ് 18 മാർക്ക്. ഇനി അടുത്ത 24 ആണ്. 24 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളെ നമ്മൾ നോക്കും. 24 കിട്ടിയ എത്ര പേരുണ്ട്? ഇവിടെ ഒരു 24, 1, 2, 3, 4, 5.
5 പേർക്ക് 24 മാർക്കാണ്. അപ്പം നമ്മളവിടെ 5 എന്ന് എഴുതും, ഫ്രീക്വൻസി നമ്പർ എഴുതി. ഇനി 25 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? ദേ ഇവിടെ 1 2 3 പേരുണ്ട്. അടുത്ത 30 1 2 3 4 5 6 7 കുട്ടികൾക്ക് 30 മാർക്ക് കിട്ടി. ഇനി നമ്മളിതിനെ ടോട്ടലി 11 22 കുട്ടികളുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 21 22 23 കുട്ടികളുണ്ട്. നമുക്ക് ഈ നമ്പർ ടോട്ടൽ കിട്ടുകയും വേണം. ഇപ്പം നമ്മളൊരു ഫ്രീക്വൻസി അരേ നിർമ്മിക്കാൻ പഠിച്ചു. അപ്പം ആദ്യം അരേ പഠിച്ചു. രണ്ടാമത്തത് ഫ്രീക്വൻസി അരേ നിങ്ങൾ എഴുതിയെടുത്ത് അതിനെ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അരയായി, ഫ്രീക്വൻസി അരയായി, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൻ്റെ 3ാമത്തെ സീരീസാണ്. 3ാമത്തെ സീരീസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് സീരീസാണ്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം. ഒരു ക്ലാസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ 2 ലിമിറ്റുകൾ ചേരുന്നതാണ് ഒരു ക്ലാസ്. അപ്പം അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 0 10 ഇതൊരു ക്ലാസ്സാണ്. 0 10 എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സാണ്. ഇനി അടുത്ത 10 20 രണ്ടാമത്തെ ക്ലാസ്സാണ്. 20 30 മൂന്നാമത്തെ ക്ലാസ്. 30 40 40 50 50 60 60 70. ഇപ്പം എത്ര ക്ലാസ്സായി? 1 2 3 4 5 6 7 ക്ലാസ് ഉണ്ട്. ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ക്ലാസ് അങ്ങ് നിർമ്മിക്കില്ല. ഇതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒന്ന് പറയുന്നത് ഈ ക്ലാസ്സിന് 2 ലിമിറ്റുകളുണ്ട്. 2 ലിമിറ്റുകൾ എന്ന് പറയുമ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതെല്ലാം ലോവർ ലിമിറ്റും അഥവാ നിജപരിധിയും, റൈറ്റ് സൈഡിൽ കിടക്കുന്നതെല്ലാം അപ്പർ ലിമിറ്റ് അഥവാ ഉച്ചപരിധി എന്നും പറയും. അപ്പോൾ ഒരു ക്ലാസ്സിന് 2 അറ്റങ്ങളുണ്ട്, 2 പരിധികളുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ലോവർ ലിമിറ്റ് എന്ന് പറയും. ലോവർ ലിമിറ്റ്. രണ്ടാമത്തെ അതിൻ്റെ അങ്ങേ അറ്റം കിടക്കുന്നതിനെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നും പറയും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. അപ്പോൾ ലോവർ ലിമിറ്റ് എപ്പോഴും ആ ക്ലാസ്സിൻ്റെ ചെറിയ സംഖ്യയായിരിക്കും. നമുക്ക് തിരിഞ്ഞു പോകാതിരിക്കാം, നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പർ ലിമിറ്റ് എപ്പോഴും ആ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യയായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 0, ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 10 ആണ്. അപ്പം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഇത് രണ്ടാമത്തെ ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ്സിലെ 10 എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ്. 20 എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്. അങ്ങനെ ഓരോ ക്ലാസ്സുകളും നമ്മൾ നിർമ്മിക്കുന്നത് 2 ലിമിറ്റുകൾ വെച്ചുകൊണ്ടാണ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ഇനി ഈ ക്ലാസ്സുകൾക്ക് ഈ അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയും. 0 10 തമ്മിലുള്ള ഡിഫറൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ട്. ക്ലാസ് ഇൻ്റർവെൽ എടുക്കണം. ക്ലാസ് ഇൻ്റർവെൽ 10 ആണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം ക്ലാസ് ഇൻ്റർവെല്ലുകളെല്ലാം സെയിം ആണ്. 10 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. 10 20 30 40 50 60 70. അതുപോലെ ഇപ്പുറത്ത് 0 10 20 30 40 50 60. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ പ്രത്യേകത, കണ്ടിന്യൂസ് സീരീസിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു തുടർച്ചയുണ്ട്. തുടർച്ച വരുന്നത് ക്ലാസ് നിർമ്മിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിനും ഓരോ അപ്പർ ലിമിറ്റും ഓരോ ലോവർ ലിമിറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിനെല്ലാം നമ്മൾ ലോവർ ലിമിറ്റ് എന്നും വലത് സൈഡിൽ കിടക്കുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്നതെല്ലാം നമ്മൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്നും പറയും.
ഇപ്പം ലോവർ ലിമിറ്റിൻ്റെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ വേറൊരു ഉപായം എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ ചെറിയ സംഖ്യയെ ലോവർ ലിമിറ്റ് എന്നും ആ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നും പറയും. ഇപ്പം നമ്മൾ 3ാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 20ഉം ആ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 30ഉമാണ്. അവസാനം 60-70 ഒരു ക്ലാസ്സാണ്. ആ 60-70ൽ 60 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും 70 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റുമാണ്. ഇപ്പോൾ ക്ലാസ്സായി, ക്ലാസ്സുകൾക്ക് 2 ലിമിറ്റായി, ക്ലാസ് ഇൻ്റർവെല്ലായി. ക്ലാസ് ഇൻ്റർവെൽ അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ അപ്പർ ലിമിറ്റിൽ നിന്ന് 2ാമത്തെ അപ്പർ ലിമിറ്റ് കുറച്ചാൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒന്നാമത്തെ ലോവർ ലിമിറ്റിൽ നിന്ന് 2ാമത്തെ ലോവർ ലിമിറ്റ് നമുക്ക് കുറച്ചാലും ക്ലാസ് ഇൻ്റർവെൽ കിട്ടും. ഇനി അടുത്തത് മിഡ് പോയിൻ്റ് ആണ്. മിഡ് വാല്യൂ കാണാൻ നമ്മൾ അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ലോവർ ലിമിറ്റ് കൂട്ടി 2 കൊണ്ട് ഭാഗിക്കും. എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റിൻ്റെയും ലോവർ ലിമിറ്റിൻ്റെയും ശരാശരിയായിരിക്കും മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും മിഡ് പോയിൻ്റ് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്ലാസ് 0-10 അതിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെ വരും? 10 + 0/2 = 5 അതേപോലെ 2ാമത്തെ ക്ലാസ്സിന് 2 ലിമിറ്റുകളുണ്ട്. അപ്പർ ലിമിറ്റ് 20, ലോവർ ലിമിറ്റ് 10. നമുക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് കാണാൻ നമ്മൾ അതിനെ 2 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പം നമുക്ക് 15 കിട്ടും. ഇപ്പം മിഡ് പോയിൻ്റായി. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് /2. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ എന്തൊക്കെയായി? കണ്ടിന്യൂസ് സീരീസ് പഠിച്ചു. കണ്ടിന്യൂസ് സീരീസ് വെച്ചാണ് നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുന്നത് എന്ന് പഠിക്കുകയാണ്. അപ്പോൾ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കണമെങ്കിൽ നമ്മളൊരു ക്ലാസ് നിർമ്മിക്കണം. അപ്പോൾ ക്ലാസ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ക്ലാസ് നിർമ്മിക്കും? ഒരു ക്ലാസ് ഇൻ്റർവെൽ അവർ ക്വസ്റ്റ്യനിൽ പറയും. ഇപ്പം ഇവിടെ നമ്മൾ ഈ നിർമ്മിച്ചിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ 10 വെച്ചാണ്. ഇനി അവർ പറയണ ഒരു 5 ക്ലാസ് ഇൻ്റർവെല്ലാക്കി ഒരു ക്ലാസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? ക്ലാസ് ഇൻ്റർവെൽ 5 ആണ്. നമുക്കൊരു ക്ലാസ് നിർമ്മിക്കണം. ക്ലാസ് ഇൻ്റർവെൽ 5 ആണെങ്കിൽ നമുക്കിങ്ങനെ പോകും. 5, 10, അടുത്ത 10, 15, 15, 20, 20, 25, 25, 30. അപ്പം ഇതിൽ നമുക്ക് എന്തെല്ലാം പഠിക്കാൻ പറ്റും? ഇത് നമുക്ക് ക്ലാസ് ആണ്. ഇത് ഓരോന്നും ഓരോ ക്ലാസ് ആണെന്ന് നമുക്കറിയാം. ക്ലാസ്സുകൾക്ക് 2 പരിധികൾ, ലിമിറ്റുകൾ ഉണ്ടെന്നറിയാം. 5 എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും 10 എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റുമാണ്. അപ്പം അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 10, അടുത്തതിൻ്റെത് 15 ആണ്. 15, 20. അപ്പം ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ല് നമുക്ക് എങ്ങനെ കാണാം? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കും. 5 നിന്ന് 10 കുറച്ചാൽ എത്രയായിരിക്കും? 5. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ എല്ലാത്തിലും നമ്മൾ 5 കൂട്ടിയാണ് ഈ ക്ലാസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവെൽ 5ആയി ക്ലാസ് നിർമ്മിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. ഇനി 2 വെച്ച് നിർമ്മിക്കാൻ പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ 2 ആണെന്ന് പറയുന്നു. അപ്പോൾ 2 കൂട്ടി പോകും. ക്ലാസ് ഇൻ്റർവെൽ 2 ആണെങ്കിൽ നമുക്ക് എത്ര വെച്ച് കൂട്ടാം? 2 കൂട്ടാം. 2, 2, 4, 4, 6, 6, 8, 8, 10. ഇപ്പോൾ 2 കൂട്ടിപ്പോയി. ഇപ്പോൾ ക്ലാസ് നിർമ്മിക്കാൻ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഇപ്പോൾ ക്ലാസ് നിർമ്മിക്കാൻ എന്ത് വേണം? 2 ലിമിറ്റുകൾ വേണം. ഒന്ന് അതിൻ്റെ ലോവർ ലിമിറ്റ്, രണ്ടാമത്തെ അപ്പർ ലിമിറ്റ്. ഇപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും വരുമ്പോൾ ക്ലാസ്സായി. ഇപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയും. ഇപ്പോൾ ഓരോ ക്ലാസ്സിനും ഓരോ ക്ലാസ് ഇൻ്റർവെല്ലായിരിക്കും. ചിലപ്പോൾ 10 ആവാം, ചിലപ്പോൾ 5 ആകാം, 3 ആകാം, 20 ആകാം, 50 ആകാം, എത്രയാകാം. അപ്പം 50 ആണ് പറയുന്നതെങ്കിൽ നമ്മൾ 50 കൂട്ടി എഴുതും. 0, 50, 50, 100, 100, 150, 150, 200, അങ്ങനെ പോകും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ക്ലാസ്സായി. ക്ലാസ്സിന് 2 ലിമിറ്റായി, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റുമായി.
ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു. ഇനി അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ലോവർ ലിമിറ്റ് കൂട്ടി 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ ആവറേജ് കാണുമ്പോൾ നമ്മളതിന് മിഡ് വാല്യൂ എന്ന് പറയും. ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു? ക്ലാസ്സായി, ക്ലാസ് നിർമ്മിക്കാൻ പഠിച്ചു അല്ലേ? ക്ലാസ്സിന് 2 ലിമിറ്റുകളുണ്ട് എന്ന് പറഞ്ഞു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പറഞ്ഞു. ഇനി അടുത്തത് ക്ലാസ് ഇൻ്റർവെല്ലായി. ക്ലാസ് ഇൻ്റർവെൽ പറഞ്ഞു. അടുത്ത നമ്മളതിൻ്റെ മിഡ് വാല്യൂ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ നമുക്കിനി അങ്ങോട്ട് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്ലാസ് നിർമ്മിക്കാനറിയാം. ക്ലാസ് നിർമ്മിക്കുമ്പോൾ അതിനൊരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കും. പിന്നീട് ആ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയും. പിന്നീട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ കൂട്ടി 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ അതിന് നമ്മൾ മിഡ് വാല്യൂ എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടെ ഇതിൽ ഉണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് ഇത് എടുത്ത് വെച്ച് നോക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞിരുന്നു, ക്ലാസ്സായി, ക്ലാസ്സുകൾക്ക് 2 ലിമിറ്റായി, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റുമായി. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഭാഗിക്കുമ്പോഴതിന് മിഡ് വാല്യൂ എന്ന് പറയും. ഇനി അടുത്ത 2 മെത്തേഡുകളുണ്ട്, എക്സ്ക്ലൂസീവ് മെത്തേഡ് ആൻഡ് ഇൻക്ലൂസീവ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ 2 രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഒന്ന് ഇൻക്ലൂസീവ് മെത്തേഡും രണ്ടാമത്തത് എക്സ്ക്ലൂസീവ് മെത്തേഡുമാണ്. ഇപ്പം നമുക്ക് നോക്കാം എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്, ഇപ്പം അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിൻ്റെ വലതുവശത്ത് കിടക്കുന്ന സംഖ്യ. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഒരു ക്ലാസ് ഒന്നുകൂടെ എഴുതാം. 0, 10, 10, 20, 20, 30. ഇതൊരു ക്ലാസ്സാണ്. അപ്പം ഇത് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്ന് നമുക്ക് നോക്കണം. ഇൻക്ലൂസീവ് ആണ് എങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. ഇപ്പം ഇൻക്ലൂസീവ് മെത്തേഡും എക്സ്ക്ലൂസീവ് മെത്തേഡും 2 രീതിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഒന്നുകിൽ ചോദിക്കും ഇൻക്ലൂസീവ് മെത്തേഡിൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ പറയും ഇൻക്ലൂസീവ് മെത്തേഡിൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുക. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്ലൂസീവിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളും പഠിക്കണം, ഇൻക്ലൂസീവും പഠിക്കണം എക്സ്ക്ലൂസീവും പഠിക്കണം. അപ്പോൾ നമ്മളിതിനെ ഇൻക്ലൂസീവ് എന്നാണ് പറയുന്നത്. ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ക്ലാസ് എക്സ്ക്ലൂസീവ് ആണ്. ഇത് എക്സ്ക്ലൂസീവ് ആവാൻ കാര്യം ഈ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 10 ആണ്. അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 10ഉം അതിൻ്റെ അപ്പർ ലിമിറ്റ് 20ഉമാണ്. അടുത്തത് ലോവർ ലിമിറ്റ് 20, അപ്പർ ലിമിറ്റ് 30, അടുത്ത 30, 40, 40, 50. ഇത് ഓരോ ക്ലാസ്സാണ്, 5 ക്ലാസ്സായി. നോക്കിയേ, 10 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ്. അപ്പം നമ്മളതിന് എക്സ്ക്ലൂസീവ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 10 എന്ന സംഖ്യയെ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 10 എന്നൊരു സംഖ്യ വന്നാൽ നമ്മൾ ടാലി മാർക്ക് ഇവിടെ കൊടുക്കൂ. അതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ വശം എന്ന് പറയുന്നത്. അപ്പം അടുത്തത് നോക്കുമ്പോൾ നമുക്കറിയാം ആവർത്തിക്കുന്നു, ഓരോ സംഖ്യ ആവർത്തിക്കുന്നതായിരിക്കും എക്സ്ക്ലൂസീവ്. നോക്കിയാൽ 20 ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 20, ആ 20 അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലുണ്ട്. ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റായ 30 അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലുണ്ട്. അടുത്ത ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്തതിൻ്റെ ലോവർ ലിമിറ്റിലേക്ക് വന്നാൽ, അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലുണ്ടെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നമുക്കിനി ഇൻക്ലൂസീവ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻക്ലൂസീവ് മെത്തേഡ് ആകുമ്പം ആ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ആവണം. അത് ഇൻക്ലൂസീവ്. ഇപ്പോൾ ഉദാഹരണത്തിന് 0, 9
9 എന്ന് പറയുന്ന സംഖ്യ ആ ക്ലാസ്സിൽ മാത്രമേ വരൂ. ആ 9 നമ്മൾ ഇവിടെ കൊണ്ടുവരില്ല. ഇവിടെ 10, 19 അടുത്തത് 19 വരില്ല, 20, 29 അടുത്തത് 30, 39 അതുപോലെ 40, 49. ഇനി അടുത്തൊരു ക്ലാസ് ഉണ്ടെങ്കിൽ 50, 59 ആവും. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ആയാൽ നമ്മളതിന് ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. രണ്ട് കാര്യങ്ങൾ, എക്സ്ക്ലൂസീവ് മെത്തേഡ് ആൻഡ് ഇൻക്ലൂസീവ് മെത്തേഡ്. നമ്മളപ്പോൾ പഠിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കാൻ പഠിക്കുകയാണ്. പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഇതിൽ നിന്ന് 3 എണ്ണമാണ് പ്രധാനമായും ചോദിക്കുന്നത്. അരേ ചോദിച്ചാൽ 1 മാർക്ക്, ഫ്രീക്വൻസി അരേ ചോദിച്ചാൽ 3 മാർക്ക്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കാൻ പറഞ്ഞാൽ 4 മാർക്ക്. അപ്പോൾ 1 മാർക്കിൻ്റെ അരേ ചോദിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് വേറെ പോയിന്റ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അതല്ല ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ചോദിക്കുന്നെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും ചോദിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം പഠിച്ചേ പറ്റുള്ളൂ. ആ 4 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അരേ നിർമ്മിക്കാൻ പഠിച്ചു. അരേ നിർമ്മിക്കുമ്പോൾ നമ്മൾ ആ നമ്പറിനെ ഓർഡറിൽ എഴുതി. അടുത്തത് ഫ്രീക്വൻസി അരേ നിർമ്മിക്കുമ്പോൾ അരേ കണ്ടു, ഓർഡറിൽ എഴുതിയിട്ട് അതിൻ്റെ ആ നമ്പർ ഇവിടെ പറഞ്ഞു, ഇത്ര പേര് ഇത്ര മാർക്ക് വാങ്ങിച്ചു എന്നിവിടെയൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ 2 മെത്തേഡിനെ പരിചയപ്പെടണം. ഒന്ന് എക്സ്ക്ലൂസീവ് മെത്തേഡും രണ്ടാമത്തത് ഇൻക്ലൂസീവ് മെത്തേഡും. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലേക്ക് വന്നാൽ അതിനെ ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. 10, 20 തുടർച്ചയായിട്ട് ഒരു സംഖ്യ ആവർത്തിച്ച് വന്നാൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലേക്ക് പോയാൽ അത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഈ 20നെ ഇവിടെ നിന്നും എക്സ്ക്ലൂഡ് ആക്കി ഒഴിവാക്കി അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ പറയുമ്പോൾ ഇൻക്ലൂസീവ് മെത്തേഡ്, ഇവിടെ 0, 9 എന്ന് പറയുന്ന 9 അവിടെ തന്നെ ഇൻക്ലൂഡാണ്, അടുത്ത ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ആവുന്നില്ല. അതേപോലെ 10, 19, 20, 19 കഴിഞ്ഞ് അടുത്ത സംഖ്യയിലാണ് തുടങ്ങുന്നത്. 20, 29, 30, 39 ഈ രീതിയിൽ പോകും. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്പോൾ വേറൊന്നുകൂടെ കൺസ്ട്രക്ട് ചെയ്യാം. നോക്കി, ഇൻക്ലൂസീവ് ഓർ എക്സ്ക്ലൂസീവ് മെത്തേഡ്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് അവിടെ തന്നെ ഇൻക്ലൂഡ് ആവും. ഇപ്പോൾ നമുക്കറിയാം എന്താണ് അപ്പർ ലിമിറ്റ്. റൈറ്റ് സൈഡിന് കിടക്കുന്ന വലിയ സംഖ്യകളെല്ലാം അപ്പർ ലിമിറ്റും ഇടത് സൈഡിന് കിടക്കുന്ന ചെറിയ സംഖ്യകളെല്ലാം ലോവർ ലിമിറ്റുമാണ്. അപ്പോൾ നമുക്കൊരു ക്ലാസ്സിന് 2 മെത്തേഡും കൂടെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് എക്സ്ക്ലൂസീവ് മെത്തേഡ്, രണ്ടാമത്തത് ഇൻക്ലൂസീവ് മെത്തേഡ്. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചാൽ നമുക്കത് കൺഫ്യൂഷനൊന്നും തോന്നില്ല. എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റിലേക്ക് മാറും. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒരേ സംഖ്യ ആയിരിക്കും. ഇൻക്ലൂസീവ് മെത്തേഡ് ആകുമ്പോഴത്തേക്ക് അങ്ങനെ വരില്ല, അടുത്ത സംഖ്യയിലായിരിക്കും. ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയായിരിക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം 2, 4 എന്ന് പറയുമ്പോൾ ഇതൊരു ക്ലാസ്സാണ്. 2 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും ആ ക്ലാസ്സിൻ്റെ ചെറിയ സംഖ്യ ലോവർ ലിമിറ്റ്, 4 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യ. ഇനി അടുത്തത് ആ 4നെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആ 4നെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് 4 ഇപ്പം നമുക്കിനി ഇവിടെ ഒരു ക്ലാസ് ഇൻ്റർവെൽ നോക്കാം. 2, 4 എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിന് 2 ലിമിറ്റ് ഉണ്ട്, ഒന്ന് ലോവർ ലിമിറ്റ്, ഒന്ന് അപ്പർ ലിമിറ്റ്. അപ്പം നമുക്കൊരു ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിച്ച് നോക്കാം. ഒരു ക്ലാസ് ഇൻ്റർവെൽ. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ക്ലാസ്സുകൾ തമ്മിലുള്ള അന്തരം, ഡിഫറൻസ്, വ്യത്യാസം 4 - 2 = 2 ക്ലാസ് ഇൻ്റർവെൽ. ഇപ്പോൾ 2 ക്ലാസ് ഇൻ്റർവെൽ ആണെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് ആ 2 വെച്ച് കൂട്ടാൻ പറ്റൂ. ഇപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡ് ആയതുകൊണ്ട് ഈ 4 ഈ ലോവർ ലിമിറ്റിൽ വരും. ക്ലാസ് ഇൻ്റർവെൽ 2 ആയതുകൊണ്ട് നമ്മൾ 2 കൂട്ടും, 6. അടുത്ത ഈ 6
എക്സ്ക്ലൂഡ് ആവണം. 6നെ ഇനി താഴെ കൊണ്ടുവരണം. ക്ലാസ് ഇൻ്റർവെൽ 2 ആയതുകൊണ്ട് നമ്മൾ 8 കൂട്ടും. 2 കൂട്ടി 8 ആകും. ഇനി അടുത്തത് ഈ 8നെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം. ഇനി താഴോട്ട് കൊണ്ടുവരണം. അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ നമുക്ക് 10 ആയി. അടുത്ത ക്ലാസ് നിർമ്മിക്കാൻ നമ്മൾ ഈ 10നെ ഇനി താഴെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ 2 കൂട്ടി 12 ആയി. അടുത്ത എക്സ്ക്ലൂസീവ് മെത്തേഡാണേ. അപ്പോൾ ഈ 12 ഇങ്ങനെ താഴെ വന്നു. അതിൻ്റെ കൂടെ 2 കൂട്ടി 14 ആയി. അടുത്ത ഈ 14 ഇങ്ങനെ താഴെ വരും. അതിൻ്റെ കൂടെ 2 കൂട്ടി 16 ആയി. അപ്പം ഈ സൈഡിൽ കിടക്കുന്നതെല്ലാം ലോവർ ലിമിറ്റ്, ഈ സൈഡിൽ കിടക്കുന്നതെല്ലാം അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം ക്ലാസ് ഇൻ്റർവെൽ, ക്ലാസ് ഇടവേള ഡിഫറൻസ്. ഇനി നമുക്കതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലും കണ്ടുപിടിച്ചു, എക്സ്ക്ലൂസീവ് മെത്തേഡുമായി. ഇനി അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. മിഡ് പോയിൻ്റ് എങ്ങനെ കാണും? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 എന്ന് പറയുമ്പം അപ്പർ ലിമിറ്റ് 4, ലോവർ ലിമിറ്റ് 2 ബൈ 2. 4 + 2 6. 6/2 സമം 3 കിട്ടും. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ് മെത്തേഡ്. ഇനി നമുക്കൊരു ഇൻക്ലൂസീവ് മെത്തേഡ് കാണാം. ഇൻക്ലൂസീവ് മെത്തേഡ് ആകുമ്പോഴത്തേക്ക് 2, 4. ഈ 4 ഇവിടെ തന്നെ ഇൻക്ലൂഡ് ആവണം. ഇൻക്ലൂസീവ് മെത്തേഡിൽ ഈ 4 ഇങ്ങ് താഴെ വന്നാൽ അത് എക്സ്ക്ലൂസീവ് ആവും. ഇപ്പം 4നെ താഴോട്ട് കൊണ്ടുവരാൻ പാടില്ല. അപ്പം നമ്മൾ അടുത്ത സംഖ്യ തുടങ്ങും. 5 ക്ലാസ് ഇൻ്റർവെൽ 2 ആണ്. അപ്പം 5 2 7. ഈ 7 ഇവിടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങോട്ട് വരില്ല. അപ്പം അടുത്ത സംഖ്യ 8 തുടങ്ങും. 2 കൂട്ടി 10. അടുത്തത് 10 താഴെ വരില്ല. അപ്പം അടുത്ത സംഖ്യയിൽ നമ്മൾ തുടങ്ങും. 11. 2 കൂട്ടി 13. വീണ്ടും അടുത്ത സംഖ്യയിലെ തുടങ്ങാൻ പറ്റൂ. ഇൻക്ലൂസീവ് ആയതുകൊണ്ട് ഈ നമ്പർ ഇവിടെ തന്നെ ഇൻക്ലൂഡ് ആയിക്കൊള്ളണം. അപ്പോൾ ഇൻക്ലൂഡ് ആയി എങ്കിൽ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 13 കഴിഞ്ഞാൽ 14. 14ൻ്റെ കൂടെ 2 കൂട്ടി. ഈ 2 എവിടെ നിന്ന് കിട്ടി നമുക്ക്? ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്, ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അടുത്തത് 14. 14ൻ്റെ കൂടെ 2 കൂട്ടി 17. അടുത്തത് 18. 18ൻ്റെ കൂടെ 2 കൂട്ടി 20. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. ഇതാകുമ്പോൾ എക്സ്ക്ലൂസീവ്, ഇത് ഇൻക്ലൂസീവ്. രണ്ടും മനസ്സിലായില്ലേ അല്ലേ? അപ്പോൾ നമുക്കൊന്നുകൂടെ ഒരു കണക്കുകൂടെ ചെയ്ത് നോക്കാം. എക്സ്ക്ലൂസീവ് മെത്തേഡ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. എക്സ്ക്ലൂസീവ് മെത്തേഡ്. അടുത്ത ഇൻക്ലൂസീവ്. ഇപ്പോൾ ഒരു ക്ലാസ് നിർമ്മിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. 0, 5. 0 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്, 5 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഈ 5 ഇവിടെ വരും. 5 10. അപ്പം അത് എക്സ്ക്ലൂസീവ് ആയി. എന്തുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് ആയത്? ഈ 5 ഇവിടുത്തെ 5 ആയതുകൊണ്ടാണ്. ഈ 5നെ നമ്മൾ ഇവിടെ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. അടുത്ത 10, ഈ 10 നമ്മൾ താഴെ കൊണ്ടുവരും. 15. അടുത്ത 15, 20, 20, 25. ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ 5 ആയതുകൊണ്ടാണ് നമ്മൾ 5 കൂട്ടി കൂട്ടി എഴുതുന്നത്. 0 5. അടുത്തത് 5 10. ക്ലാസ് ഇൻ്റർവെൽ 5 ആണ്. 10 15 5 ആണ്. 15 20 5 ആണ്. 20 25 5 ആണ്. ഇനി അടുത്തത് ഇൻക്ലൂസീവ് മെത്തേഡ്. ഇനി ഇൻക്ലൂസീവ് ആക്കുമ്പോൾ 0 4. 0 4. അടുത്ത സംഖ്യയിൽ നമ്മൾ തുടങ്ങും. 5 5 5 5 4 കൂടെ ആകുമ്പോൾ 9. അടുത്തത് 9 തുടങ്ങൂല. 10 10 14. അടുത്തത് 14 തുടങ്ങൂല. 15. 15ൻ്റെ കൂടെ 4 കൂട്ടി 19. അടുത്തത് 20 24. ഇവിടെയും ക്ലാസ് ഇൻ്റർവെൽ 5 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഇതും തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഇതും തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ 5 ആണ്. ക്ലാസ് ഇൻ്റർവെൽ 5 ആക്കി ഇൻക്ലൂസീവ് മെത്തേഡിലും
എക്സ്ക്ലൂസീവ് മെത്തേഡിലും നമ്മളൊരു ക്ലാസ് നിർമ്മിക്കാൻ പഠിച്ചു. ഒരെണ്ണം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഒന്ന് എക്സ്ക്ലൂസീവ്. നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ 10 എടുക്കാം. ക്ലാസ് ഇൻ്റർവെൽ 10 എടുത്ത് ഒരു ക്ലാസ് നിർമ്മിക്കാം. 0, 10. അപ്പോൾ 0 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റാണ്, 10 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റാണ്. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം ക്ലാസ് ഇൻ്റർവെല്ലാണ്. ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റിൻ്റെ കൂടെ കൂട്ടി 2 കൊണ്ട് ഭാഗിച്ചാൽ അത് മിഡ് വാല്യൂ ആണ്. അപ്പോൾ ഇതൊരു ക്ലാസ് ആണ്. ക്ലാസ് ഇൻ്റർവെൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ക്ലാസ് ഇൻ്റർവെൽ കാണാൻ അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ലോവർ ലിമിറ്റ് കൂട്ടി, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇൻ്റർവെൽ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ 10 കിട്ടും. 10 - 0, 10. ഇനി നമുക്ക് അതിൻ്റെ മിഡ് വാല്യൂ കാണണം. മിഡ് വാല്യൂ കാണാൻ 10ൻ്റെ കൂടെ 0 കൂട്ടി 2 കൊണ്ട് ഭാഗിക്കും. 10/2 = 5. ഇത് ഇത്രയാണ് ക്ലാസ് ഇൻ്റർവെല്ലും മിഡ് വാല്യൂം കാണാനുള്ള രീതികൾ. ഇനി നമുക്ക് തിരിച്ച് ഒരു എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് ഒരു ക്ലാസ് നിർമ്മിക്കാൻ പോവാം. ഇപ്പം എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഈ 10 അടുത്ത ക്ലാസ്സിൽ വരണമല്ലോ അല്ലേ? 10, 20. അടുത്തത് ഈ 20 തൊട്ട ക്ലാസ് അടുത്ത ക്ലാസ് വരും. 20, 30. അപ്പം ഇതെല്ലാം അപ്പർ ലിമിറ്റ്, ഇതെല്ലാം ലോവർ ലിമിറ്റ്. നോക്കി, ഈ അപ്പർ ലിമിറ്റ് ഈ ലോവർ ലിമിറ്റും സെയിം ആണ്. ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും സെയിം ആണ്. 10 കൂട്ടി കൂട്ടി പോണത് ക്ലാസ് ഇൻ്റർവെൽ 10 ആയതുകൊണ്ടാണ്. അടുത്തത് 40, 50, 60, 70, 70. ഇതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. അടുത്ത ഇൻക്ലൂസീവ് മെത്തേഡ്. ഇൻക്ലൂസീവ് മെത്തേഡ് ആകുമ്പം ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് വരില്ല. ക്ലാസ് ഇൻ്റർവെൽ സെയിം ആണ്. 10ൽ തന്നെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ 0, 9. അപ്പം ആദ്യത്തിൽ നമുക്ക് തോന്നും 10ൻ്റെ ക്ലാസ് ഇൻ്റർവെൽ ഇല്ലല്ലോ എന്ന്. 10ൻ്റെ ഡിഫറൻസ് നമുക്ക് വരും. അടുത്ത ക്ലാസ് 10, 19 ആണ്. ഇത് തമ്മിൽ 10ൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ 10 തന്നെയാണ്. അപ്പം അടുത്ത ക്ലാസ് എങ്ങനെ വരും? ഇവിടെ 19 നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അടുത്ത നമ്പറിൽ തുടങ്ങും. 20, 29. അടുത്തത് 29 നിൽക്കുന്നതുകൊണ്ട് അടുത്ത നമ്പറിൽ തുടങ്ങും നമ്മൾ. 30, 39. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 39 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 40, 49. 49 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 50 ആണ്. 50, 59, 60. അപ്പോൾ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് മെത്തേഡ് നമ്മൾ പഠിച്ച് ഇനി നമുക്ക് അടുത്തത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് മെത്തേഡ് നിങ്ങൾ നല്ലോണം പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.